നമസ്കാരം, എൻ്റെ പേര് ഗ്ലെഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോയാണ്. പ്രത്യേകിച്ചും മെറ്റേണിറ്റി എക്സ്പെൻസ്, അതായത് ഡെലിവറി എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയിട്ട് ഒരു കമ്പാരിസൺ വീഡിയോയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. പലപ്പോഴും മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, മെറ്റേണിറ്റിക്ക് എത്ര മാസം കഴിഞ്ഞാലാണ് കവറേജ് കിട്ടി തുടങ്ങുക? അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഇപ്പോൾ 2 മാസമായിട്ട് കെയറിംഗ് ആണ്, അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുമോ? അതുപോലെ ഇൻഷുറൻസിൽ IVF പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കവർ ചെയ്ത് കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു കമ്പാരിസൺ വീഡിയോയിലേക്ക് കിടക്കുന്നത്. നമ്മൾ അതിനായിട്ട് ഇന്ന് എടുത്തേക്കുന്നത് 5 പ്രൊഡക്റ്റുകളാണ് ഇന്ന് കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ നിവോപ്പയുടെ ആസ്പർ എന്ന് പറയുന്ന പ്ലാൻ, അതുപോലെ സ്റ്റാർ ഹെൽത്തിന്റെ വിമൻ കെയർ, ആദിത്യ പിള്ളയുടെ ആക്റ്റീവ് 1 മെറ്റേണിറ്റി പ്ലാൻ, അതുപോലെ റിന്യൂബൈയുടെ 2 പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. മാക്മ എന്ന് പറയുന്നതും ലിബേർട്ടി എന്ന് പറയുന്ന കമ്പനികളുടെ 2 പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വെയിറ്റിംഗ് പീരീഡ് ആണ്. മെറ്റേണിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വെയിറ്റിംഗ് പീരീഡ്. നിവോപ്പയുടെ ആസ്പെറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 9 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അവരുടെ പ്ലാറ്റിനത്തിലും ടൈറ്റാനിയത്തിലൊക്കെ 9 മാസം കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റാർ ഹെൽത്തിന്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ വിമൻ കെയറിലാണെങ്കിൽ 15 ലക്ഷം അതിന് മുകളിലുള്ള പോളിസി നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മാസം കഴിഞ്ഞാലും മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തൊത്തിരി ഇൻസ്റ്റയിലൊക്കെ കണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, പോളിസി ബസാറൊക്കെ ത്രൂ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആദിത്യ പിള്ളയുടെ ആക്റ്റീവ് 1 മെറ്റേണിറ്റി എന്ന് പറയുന്ന പ്ലാൻ. ഇതിലൊരു വലിയൊരു പ്രത്യേകത, നമുക്ക് 3 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടും. പ്രത്യേകിച്ച് കെയറിംഗ് ആയിരിക്കുന്നവർക്ക് പോലും ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ റിന്യൂബൈ, ഈ പോളിസി ബസാർ പോലെ തന്നെ ഒരു ബ്രോക്കിംഗ് ഫേം ആണ്. അപ്പോൾ അവർ ത്രൂ സെല് ചെയ്യുന്ന 2 പ്രൊഡക്റ്റുകളാണ് മാക്മ അതുപോലെ ലിബേർട്ടി. ഈ 2 ഇൻഷുറൻസ് ത്രൂ നമുക്ക് മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ മാക്മയിലാണെങ്കിൽ 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലിബേർട്ടിയിലും നമുക്ക് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ അടുത്തായിട്ട് എടുത്തുകഴിഞ്ഞാൽ മെറ്റേണിറ്റി കവറേജിനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം കവറേജ് നമുക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഒരു 10 ലക്ഷത്തിന്റെ പോളിസി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം മെറ്റേണിറ്റി എക്സ്പെൻസ് ആയിട്ട് കിട്ടുന്നത് ഒരിക്കലും അല്ല. ഒരു ലിമിറ്റ് എപ്പോഴും ഈ ഒരു മെറ്റേണിറ്റി പ്ലാനിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിവോപ്പയുടെ ആസ്പെറിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 10 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അതിലൊരു 10x കവറേജ് ആണ് അവർ പറയുന്നത്. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, മിറാക്കിൾ ബെനിഫിറ്റ് എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ ഇതിൽ ഓരോ സം ഇൻഷുർഡിനും ഇത്ര എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ലക്ഷം എടുക്കുകയാണെങ്കിൽ 4000 രൂപയാണ് മെറ്റേണിറ്റിക്ക് ഫസ്റ്റ് ഇയർ കിട്ടുന്നത്. അതുപോലെ തന്നെ 5 ലക്ഷത്തിന് എടുക്കുകയാണെങ്കിൽ 5000 രൂപ, 10 ലക്ഷം എടുക്കുകയാണെങ്കിൽ 12000 രൂപ, 20 ലക്ഷം എടുക്കുകയാണെങ്കിൽ 20 അതിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 20000 രൂപയാണ് കിട്ടുന്നത് സം ഇൻഷുർഡ് ആയിട്ട് കിട്ടുന്നത് മെറ്റേണിറ്റിക്ക്. അതിങ്ങനെ ഒരു 10x ആയിട്ട് മാറി. ഇപ്പോൾ 10 ലക്ഷത്തിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഓരോ 10x കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1,20,000 രൂപ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും അതിന് ഗ്രാജുവലി കൂടി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് കല്യാണം കഴിയുന്നതിന് മുമ്പൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഈ ഒരു പോളിസി. അപ്പോൾ സ്റ്റാർ ഹെൽത്തിന്റെ വിമൻ കെയറിലേക്ക് വരാണെങ്കിൽ നമുക്ക് 15 ലക്ഷത്തിന്റെ പോളിസി മുതലാണ് 1 ഇയർ കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത്. നമുക്ക് 50,000 വരെയാണ് കിട്ടുന്നത് 15 ലക്ഷം പോളിസിക്ക്. അതുപോലെ തന്നെ 25 ലക്ഷത്തിന്റെ പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് 75,000 വരെ മെറ്റേണിറ്റി എക്സ്പെൻസ് ആയിട്ട് കവർ ചെയ്ത് കിട്ടും നമുക്ക് 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ ആദിത്യപിള്ളിലേക്ക് വരാണെങ്കിൽ നമുക്ക് 50,000 ആണ് പറയുന്നത്. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ കെയറിംഗ് ആണെങ്കിൽ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. 50,000 രൂപ കിട്ടുന്നുണ്ട്. അത് നോർമൽ ആണെങ്കിൽ സിസേറിയൻ ആണെങ്കിലും 50,000 രൂപയാണ് അതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ റിന്യൂവലിലെ പോളിസിയിലേക്ക് നോക്കുകയാണെങ്കിലും ഈ 2 പോളിസി മാക്മയിലെ ലിബേർട്ടിയിലാണെങ്കിലും നമുക്ക് 2 എണ്ണത്തിലും 50,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫീച്ചറാണ് ന്യൂ ബോൺ ബേബി കവറേജ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മെറ്റേണിറ്റി കവറേജ് എടുക്കുമ്പോൾ ഈ ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം ഇപ്പൊ ജനിക്കുന്ന കുട്ടികളൊക്കെ കൺജനറ്റൽ ഡിസീസ് ഒത്തിരി കാണപ്പെടുന്നുണ്ട്, ഹാർട്ടിന് വാൽവിന് ഇഷ്യൂസ് ഒത്തിരി പറയുന്നുണ്ട്. അതുപോലെ പ്രീമേച്ചർ ബേബി ആകുമ്പോൾ ജനിച്ചിട്ട് ഒത്തിരി ICUയിൽ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ കവറേജ് കിട്ടുന്ന പോളിസിയിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്കറിയാം മെറ്റേണിറ്റി കവറേജിൽ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. മാക്സിമം ഒരു 50,000 1 ലക്ഷം ഒക്കെയാണ് നമുക്ക് മാക്സിമം ഒക്കെ ഒരു മെറ്റേണിറ്റി കവറേജ് പോളിസിയിലൊക്കെ കിട്ടുന്നത്. പക്ഷേ ഒരു ന്യൂ ബോൺ ബേബി കവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് കിട്ടുന്നവരെ പോളിസികൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ജനിക്കുന്ന പല കുട്ടികൾക്ക് ഇതുപോലുള്ള വാൽവിന് ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒത്തിരി കേസുകൾ ഞാൻ ഈ അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ബോൺ ബേബി കവറേജ് കിട്ടുന്ന പോളിസികൾ കുറച്ചുകൂടി ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിവോപ്പയുടെ പോളിസിയിൽ ഇപ്പോൾ ആസ്പെയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട് ആ ഒരു പോളിസിയിൽ. അതുപോലെ സ്റ്റാർ ഹെൽത്തിലാണെങ്കിലും നമുക്ക് 25% കിട്ടുന്നത്. സം ഇൻഷുർഡിന്റെ 25% വരെ നമുക്ക് ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് ആയിട്ട് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ആദിത്യ പിള്ളയുടെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ആദിത്യ പിള്ള അതുപോലെ മാക്മ ലിബേർട്ടി ഈ 3 എണ്ണത്തിലും ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പോളിസി എടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, അതുപോലെ IVF പോലുള്ള ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോളിസികളിലൊക്കെ IVF പോലുള്ള ട്രീറ്റ്മെന്റ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ലിമിറ്റ് പറയുന്നുണ്ട്, ഒരു എമൗണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ നിവോപ്പയുടെ ആസ്പെറിലേക്ക് നോക്കുകയാണെങ്കിൽ
മിറാക്കിൾ ബെനിഫിറ്റിന്റെ സം ഇൻഷുർഡ് വരെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ആ മെറ്റേണിറ്റി എക്സ്പെൻസിൽ കവർ ചെയ്യുന്ന 12,000 രൂപ തന്നെയാണ് IVF ട്രീറ്റ്മെന്റിന് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1.5 ലക്ഷം വരെ കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ 25 ലക്ഷത്തിന് എടുക്കുകയാണെങ്കിൽ 2 ലക്ഷം വരെ IVF പോലുള്ള ട്രീറ്റ്മെന്റിന് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ 36 മാസം കഴിഞ്ഞാലാണ് ഈ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദിത്യവിലെയും ബാക്കിയുള്ള മാക്മ ലിബേറ്റ് ഇതിലൊന്നും IVF പോലുള്ള ട്രീറ്റ്മെന്റ് കവറേജ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രീമിയം. ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന 35-30 വയസ്സുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൽ നിബോപ്പിലേക്ക് വരാണെങ്കിൽ 10 ലക്ഷത്തിന് 15,282 രൂപയാണ് വരുന്നത്. റൈഡറുകളൊന്നും ആഡ് ചെയ്യാതെ വരുന്നത് പ്രീമിയം. അതുപോലെ സ്റ്റാർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് 15 ലക്ഷത്തിന് എടുക്കാൻ കാരണം വെച്ചാൽ 15 ലക്ഷം മുതലുള്ള പോളിസികൾക്കാണ് നമുക്ക് 1 ഇയർ കഴിഞ്ഞാൽ മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നത്. 15 താഴെയുള്ള പോളിസി എടുക്കുകയാണെങ്കിൽ 2 വർഷമാണ് മെറ്റേണിറ്റിക്ക് വെയിറ്റ് പീരീഡ് പറയുന്നത്. പ്രീമിയം വരുന്നത് 21,783 രൂപ എടുത്താണ് പ്രീമിയം വരുന്നത്. അതുപോലെ ആദിത്യപിള്ളയുടെ ഇത് പോളിസി ബസാർ വഴി ത്രൂ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 4 പ്ലാറ്റ്ഫോമിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 3 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രീമിയം വരുന്നത് 58,270 രൂപയ്ക്ക് അടുത്താണ് വരുന്നത് 10 ലക്ഷത്തിന്റെ കവറേജിന് വരുന്നത്. അതുപോലെ റിന്യൂ ബൈ ഈ പോളിസി ബസാർ പോലെയുള്ള ഒരു ബ്രോക്കിംഗ് ഫേം തന്നെയാണ്. അപ്പൊ അവിടെ മാക്മ എന്ന് പറയുന്ന ഒരു കമ്പനി ഇതുപോലെ തന്നെ മെറ്റേണിറ്റി കവറേജ് കൊടുക്കുന്നുണ്ടായിരിക്കും പറഞ്ഞിരുന്നു. അവിടെ 2 ലക്ഷത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 9,833 രൂപ അടുത്ത് വരുന്നു. എന്നാലും നമുക്ക് 50,000 രൂപയുടെ മെറ്റേണിറ്റി കവറേജ് കിട്ടും. അതേപോലെ തന്നെ ലിബേറ്റഡ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4 ലക്ഷത്തിന്റെ കവറേജിന് 11,902 രൂപ അടുത്താണ് വരുന്നത്. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ 50,000 രൂപ കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആഡ് ഓൺ പോലെ ഈ പോളിസികളൊക്കെ എടുത്തു വെക്കാം. പ്രത്യേകിച്ചും മാക്മയുടെ ലിബേറ്റഡ് ഒക്കെ വേണമെങ്കിൽ ഒരു പേരിന് വേണ്ടി സെപ്പറേറ്റ് ആഡ് ഓൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യൂവിൽ കൂടുതലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ പ്രത്യേകിച്ച് മെറ്റേണിറ്റി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് കൂടിയും കവർ ചെയ്ത് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.